നമ്മുടെ രാജ്യം അപഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ നമ്മെ കയ്യേറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഈ രാജ്യം നമ്മുടേതല്ലാതായി മാറും. മെഡിറ്ററേനിയൻ കടലിലെ ദ്വീപ് രാഷ്ട്രമായ സൈപ്രസിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടിയുടെ തലവൻ പങ്കുവച്ച ആശങ്കയാണ് ഈ പറഞ്ഞത്. ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനമായ പ്രോഗ്രസീവ് പാർട്ടി ഓഫ് വർക്കിംഗ് പീപ്പിൾ അഥവാ ഏക്കലാണ് ഈ പാർട്ടി. പാർട്ടിയുടെ സെക്രട്ടറി ജനറൽ സ്റ്റെഫാനോ ആണ് ജൂത കുടിയേറ്റത്തെക്കുറിച്ച് പരസ്യമായി ആശങ്ക പങ്കുവച്ച നേതാവ്. കഴിഞ്ഞ കുറച്ചു കാലമായി സൈപ്രസിൽ അടക്കിപ്പിടിച്ച സംസാര വിഷയമാണിപ്പോൾ മുഖ്യധാരാ ചർച്ചയായി മാറിയിരിക്കുന്നത്. ഇപ്പോൾ ആ ചർച്ച ശക്തിപ്പെടുത്താൻ ഒരു ഇമ്മീഡിയറ്റ് കോസ് ഉണ്ട്: ഇസ്രായേൽ ഇറാൻ യുദ്ധം. പശ്ചിമേഷ്യ സംഘർഷഭരിതമായ കാലത്ത് ഇസ്രായേലിൽ നിന്ന് സൈപ്രസിലേക്ക് വൻതോതിൽ ജൂത കുടിയേറ്റമുണ്ടായതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സൈപ്രസിൽ ഇപ്പോൾ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ജൂത കുടിയേറ്റ ചർച്ചകളുടെ രാഷ്ട്രീയവും ചരിത്രവും വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ നീലിമയിൽ പൊതിഞ്ഞ എന്നും ടൂറിസ്റ്റുകളുടെ സ്വർഗമായി അറിയപ്പെടുന്ന ദ്വീപ് രാഷ്ട്രമാണ് സൈപ്രസ്. തുർക്കി, സിറിയ, ലബനാൻ എന്നീ രാഷ്ട്രങ്ങൾക്ക് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ദ്വീപിൽ നിന്ന് ഇസ്രായേലിലേക്കും അധികം ദൂരമില്ല. ഏകദേശം 227 മൈൽ ദൂരം മാത്രമാണുള്ളത്. യൂറോപ്യൻ യൂണിയൻ അംഗമാണ്. വെറും 13 ലക്ഷമാണ് ജനസംഖ്യ. ബഹുഭൂരിഭാഗവും ഗ്രീക്ക് ഓർത്തഡോക്സുകാർ. ഏകദേശം 90% അവർ തന്നെയാണ്. റോമൻ കത്തോലിക്കരും ആംഗ്ലിക്കൻസുമായി 5%, മുസ്ലിങ്ങൾ 2% വരും. പതിറ്റാണ്ടുകളോളം ഓട്ടോമൻ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു. 1878 ഗ്രേറ്റ് ബ്രിട്ടൻ ദ്വീപിനെ ഓട്ടോമാൻകാരിൽ നിന്ന് ലീസിനെടുത്തു. 1925 ബ്രിട്ടീഷ് കോളനിയായും സൈപ്രസ് മാറി. 1960 ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെങ്കിലും ഗ്രീക്ക് തുർക്കി സമുദായങ്ങൾക്കിടയിലുള്ള സംഘർഷവും അവർക്കിടയിലുള്ള പവർ ഷെയറിംഗുമായി പതിറ്റാണ്ടുകളോളം കലുഷിതമായിരുന്നു ആ ചെറിയ ദ്വീപിന്റെ രാഷ്ട്രീയം. ബ്രിട്ടനും തുർക്കിയും ഗ്രീസുമെല്ലാം അവിടുത്തെ ഭരണത്തിൽ പുറത്തുനിന്ന് ഇടപെട്ടുകൊണ്ടിരുന്നു. 1983 തുർക്കി സൈപ്രസ് നേതൃത്വം ഉത്തരമേഖലയെ ടർക്കിഷ് റിപ്പബ്ലിക് ഓഫ് നോർത്തേൺ സൈപ്രസ് എന്ന പേരിൽ സ്വയം ഭരണ പ്രദേശമായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതോടെ തെക്കൻ മേഖല റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് ആയും അറിയപ്പെട്ടു. കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെല്ലാം ഇരു പ്രദേശങ്ങളെയും ഒന്നിപ്പിച്ച് ഐക്യ സൈപ്രസ് യാഥാർത്ഥ്യമാക്കാൻ പല തലങ്ങളിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒന്നും ഇതുവരെ ഫലം കണ്ടിട്ടില്ല. സൈപ്രസിന്റെ ചെറുചിത്രവും ഹ്രസ്വചരിത്രവുമാണ് ഇത്രയും പറഞ്ഞത്. ഇനി വർത്തമാനത്തിലേക്ക് വരാം. വർദ്ധിച്ചു വരുന്ന ജൂത കുടിയേറ്റമാണ് സൈപ്രസിലെ ഇപ്പോഴത്തെ കത്തുന്ന വിഷയം. ഇസ്രായേലികൾ വൻതോതിൽ ഭൂമിയും വസ്തുവകകളും വാങ്ങുന്നു. ജൂത സ്ഥാപനങ്ങളും സിനഗോഗുകളും സ്വകാര്യ കമ്മ്യൂണിറ്റികളും നിർമ്മിക്കുന്നു. ഇത് ദ്വീപിന്റെ ജനസംഖ്യാ ഘടനയും സുരക്ഷയെയും ബാധിക്കുന്ന തലത്തിലേക്ക് വളരുന്നു. ഇതെല്ലാമാണ് സൈപ്രസിലെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളും പൗരന്മാരും ഉയർത്തുന്ന ആശങ്ക. കൃത്യമായ കണക്കുകളും അവർ ആ ആശങ്കയ്ക്ക് ബലം നൽകാൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സൈപ്രസ് ഭരണകൂടത്തിന്റെ കണക്കനുസരിച്ച് നിലവിൽ ഏകദേശം 2500 ഇസ്രായേൽ പൗരന്മാരാണ് ദ്വീപിൽ താമസിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ജൂത ജനസംഖ്യ അതിന്റെ എത്രയോ ഇരട്ടിയോളം വരുമെന്നാണ് വിവരം. അതായത് പലരും യൂറോപ്യൻ പാസ്പോർട്ടുകൾ ഉപയോഗിച്ചാണ് അവിടെ സ്ഥലം വാങ്ങി വീട് വെച്ച് താമസമാക്കുന്നത്. അവരെ കൂടെ ചേർത്താൽ യഥാർത്ഥ ജൂത ജനസംഖ്യ 12,000 മുതൽ 15,000 വരെ വരുമെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. 2018 6,500 ആയിരുന്ന ഇസ്രായേൽ പൗരന്മാരാണ് എണ്ണം 2024 ഏപ്രിലിൽ 12,000 നിൽക്കുന്നത്. 250-300 ഇസ്രായേലികളാണത്രേ ഓരോ മാസവും ഇവിടെ കുടിയേറ്റക്കാരായെത്തുന്നത്. 2025 പ്രത്യേകിച്ചും കഴിഞ്ഞ മാസത്തോടെ ജൂത കുടിയേറ്റത്തിന്റെ വേഗം അതിലും ഇരട്ടിയായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. കോവിഡ് കാലത്താണ്, അതായത് 2020-21 കാലത്താണ് സൈപ്രസിലേക്ക് ആദ്യമായി കൂട്ടമായുള്ള ജൂത കുടിയേറ്റം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 2023 ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണഘടനാ പരിഷ്കരണ നീക്കത്തെ തുടർന്ന് ഇസ്രായേലിലുണ്ടായ വൻ പ്രക്ഷോഭങ്ങൾക്കിടയിലും സമാന രീതിയിലുള്ള ഒഴുക്കുണ്ടായി. എന്നാൽ ഒക്ടോബർ 7 ശേഷം ഇസ്രായേലികളുടെ കുത്തൊഴുക്കാണ് സൈപ്രസിലേക്കെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ടെലവീവിലും ഹൈഫയിലും മിസൈൽ ആക്രമണം കടുത്തതോടെ ആയിരങ്ങൾ അഭയം തേടി സൈപ്രസിലെത്തിയിരുന്നു. ഇറാൻ ആക്രമണത്തിന് പിന്നാലെ മൈഗ്രേഷന്റെ തോത് കുത്തനെ ഉയർന്നതോടെയാണ് പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വം അതൊരു സുരക്ഷാ പ്രശ്നമായി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ലിമസോൾ, ലാർനാഗ, പാഫോസ് തുടങ്ങിയ നഗരങ്ങളിലാണ് ഇസ്രായേൽ പൗരന്മാർ വൻതോതിൽ ഭൂമിയും വസ്തുവകകളും വാങ്ങുന്നത്. ലക്ഷറി റിസോർട്ടുകൾ, പുറത്തുനിന്നുള്ളവർക്ക് പ്രവേശനമില്ലാത്ത തരത്തിലുള്ള സംരക്ഷണ കമ്മ്യൂണിറ്റികൾ, സിനഗോഗുകൾ, ജൂതർക്കായുള്ള പ്രത്യേക സ്കൂളുകൾ എന്നിവ സൈപ്രസിൽ ഉയർന്നു വരുന്നു. ഇതിനു പുറമെ ഇസ്രായേൽ കമ്പനികൾ ദ്വീപിന്റെ കണ്ണായ തീരപ്രദേശങ്ങളിലും
തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് സമീപവും ഭൂമി വാങ്ങുന്നത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്നു. സൈപ്രസിനെ കീഴടക്കി മറ്റൊരു ജൂതരാഷ്ട്രമാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്ന തരത്തിലുള്ള ആശങ്ക അവർക്കിടയിൽ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. അതേ കാര്യം തന്നെയാണ് ഏക്കൽ നേതാവ് സ്റ്റെഫാനോവും ചൂണ്ടിക്കാട്ടിയത്. ഒരു പാർട്ടി സമ്മേളനത്തിലായിരുന്നു ഇപ്പോൾ ഏറെ കോളിളക്കം സൃഷ്ടിച്ച അദ്ദേഹത്തിന്റെ പരാമർശങ്ങളുണ്ടായത്. നമ്മുടെ ദ്വീപ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഇസ്രായേൽ പൗരന്മാർ നമ്മുടെ രാജ്യത്തിന്റെ ഹൃദയഭാഗങ്ങളിൽ തങ്ങളുടെ സ്ഥാപനങ്ങൾ നിർമ്മിക്കുകയാണ്. സയനിസ്റ്റ് സ്കൂളുകളും സിനഗോഗുകളും നിർമ്മിക്കപ്പെടുന്നു. നമ്മുടെ രാജ്യം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുമെല്ലാമാണ് സ്റ്റെഫാനോ ചൂണ്ടിക്കാട്ടിയത്. സൈപ്രസിന്റെ ഗോൾഡൻ വിസ മുതലെടുത്താണ് ഇങ്ങനെ വ്യാപകമായ തോതിലുള്ള ജൂത അധിനിവേശം നടക്കുന്നതെന്നാണ് സ്റ്റെഫാനോ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ആരോപിക്കുന്നത്. സ്പെയിൻ, ഇറ്റലി, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ EUവിന് പുറത്തുള്ളവർ അവരുടെ ഭൂമിയും സ്വത്തുക്കളും വാങ്ങുന്നത് വിലക്കിയിട്ടുണ്ട്. നമ്മൾ ഗോൾഡൻ വിസയിലൂടെ എല്ലാം അനുവദിച്ചു കൊടുക്കുകയാണ്. സൈപ്രസിനെ സൈപ്രസുകാരുടെ നിയന്ത്രണത്തിൽ തന്നെ നിർത്താനുള്ള ഉത്തരവാദിത്തം ഭരണകൂടത്തിനുണ്ടെന്നും സ്റ്റെഫാനോ ചൂണ്ടിക്കാട്ടി. ഗോൾഡൻ വിസ നിയമം കടുപ്പിക്കാൻ നിയമങ്ങൾ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ പാർട്ടി സൈപ്രസ് പാർലമെന്റിൽ ബില്ലുകൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പ്രചാരണങ്ങളെ സെമിറ്റിക് വിരുദ്ധതയും ജൂതഭീതിയുമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ഇസ്രായേൽ നേതാക്കൾ ചെയ്യുന്നത്. സൈപ്രസിലെ ഇസ്രായേൽ അംബാസിഡർ ഒറേൻ അനോലിക്കും ഏക്കൽ പാർട്ടിയുടെ നീക്കത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. സ്റ്റെഫാനോവിന്റെ പ്രസ്താവന ഒരു ജനസമൂഹത്തെ ആശങ്കയിലാഴ്ത്തുന്നതാണെന്നും അദ്ദേഹം വിമർശിച്ചു. പുതിയ ചർച്ചകൾക്ക് തീ പടർന്ന് സോഷ്യൽ മീഡിയയിലും പോര് രൂക്ഷമാവുന്നുണ്ട്. 3500 വർഷം മുൻപ് ദൈവം ജൂതന്മാർക്ക് വാഗ്ദാനം ചെയ്ത ഭൂമിയാണ് സൈപ്രസ്. ഈ തരത്തിലുള്ള പ്രചാരണമാണ് ചർച്ചയെ ചൂടുപിടിപ്പിച്ചിരിക്കുന്നത്. പലസ്തീന് ശേഷമുള്ള രണ്ടാമത്തെ വാഗ്ദത്ത ഭൂമിയായി സൈപ്രസ് മാറുകയാണോ എന്ന ഉത്കണ്ഠ നാട്ടുകാർക്കിടയിൽ അത് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇതിന് ബലം നൽകുന്ന തരത്തിൽ സയനിസ്റ്റ് നേതാക്കളുടെ പഴയ പ്രമേയങ്ങളും ചൂണ്ടിക്കാട്ടുന്നവരുണ്ട്. 1899 നടന്ന മൂന്നാം സയനിസ്റ്റ് കോൺഗ്രസിൽ നേതാക്കളായ ഡേവിഡ് റീച്ചും തിയോഡർ ഹെർസലും സൈപ്രസിനെ ജൂത കുടിയേറ്റത്തിന് പരിഗണിക്കാവുന്ന പ്രദേശങ്ങളിലൊന്നായി നിർദ്ദേശിച്ചിരുന്നു. പലസ്തീന് പിന്നാലെ രണ്ടാമത്തെ ഓപ്ഷനായിട്ടായിരുന്നു സൈപ്രസിനെ മുന്നോട്ട് വച്ചത്. പലസ്തീൻ എന്ന ഒട്ടോമൻ ഭരണത്തിന് കീഴിലായതിനാൽ അവിടെ ജൂത കുടിയേറ്റം ഒരുപക്ഷെ ദുഷ്കരമാകാനിടയുണ്ട്. അത്തരമൊരു സാഹചര്യം ഉരുത്തിരികയാണെങ്കിൽ സൈപ്രസിനെ രണ്ടാമത്തെ താവളമായി എടുക്കാമെന്നായിരുന്നു സയനിസ്റ്റ് നേതാക്കളുടെ നിർദ്ദേശം. സൈപ്രസ് ബ്രിട്ടന് കീഴിലായതിനാൽ തങ്ങളുടെ അധിനിവേശ പദ്ധതിക്ക് ഒരു വെല്ലുവിളിയും നേരിടേണ്ടി വരില്ലെന്നും നേതാക്കൾ കണക്കുകൂട്ടിയിരുന്നു. ഏതായാലും പുതിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ജൂത കുടിയേറ്റം സൈപ്രസിൽ വലിയ ആശങ്കയായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വർഷങ്ങളായി പലസ്തീൻ വിമോചന പോരാട്ടത്തെ പിന്തുണയ്ക്കുന്ന ഏക്കൽ പാർട്ടി തന്നെ വിഷയം ഏറ്റെടുത്ത് രംഗത്തെത്തിയിരിക്കുകയാണ്. ഒക്ടോബർ 7-ന് ശേഷം ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തെ രൂക്ഷമായി വിമർശിച്ച പാർട്ടിയാണ് ഏക്കൽ. രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുതിയ ജൂത കുടിയേറ്റ വിഷയം കൂടുതൽ ചൂടേറിയ ചർച്ചയാകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു.